ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്നും നമ്മുടെ ചാനലിലൂടെ സിനിമ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. പ്രേമലു, ഐ ആം കാതലൻ എന്നീ സിനിമകൾക്ക് ശേഷം ഗിരീഷ് ഷേഡി അടുത്തതായി സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രേമലു സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്നു ഗിരീഷ് ഷേഡി അടുത്തതായി സംവിധാനം ചെയ്യേണ്ടിരുന്നത്. എന്നാൽ പ്രേമലുവിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ പൂർത്തിയാകാത്തതിനാലാണ് പുതിയൊരു സിനിമ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളതും. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം നിവിൻ പോളിയാണ് ഗിരീഷ് ഷേഡിയുടെ അടുത്ത ചിത്രത്തിൽ നായകനായിട്ട് എത്തുക. ഭാവന സ്റ്റുഡിയോസിന് വേണ്ടി ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ചേർന്നാവും ഈ ചിത്രം നിർമ്മിക്കുന്നതും. സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. അക്ഷയ് കുമാർ പ്രധാന വേഷത്തിലെത്തി റീസെന്റ് ആയി തിയേറ്റർ റിലീസ് ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമ ത്രില്ലർ മൂവിയാണ് കേസരി ചാപ്റ്റർ 2. തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത കേസരി ചാപ്റ്റർ 2 ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജൂൺ 13-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ കേസരി 2 OTT റിലീസ് ചെയ്യും. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യാനിരിക്കുന്ന AA22 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ഇന്നു മുതൽ മുംബൈയിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 210 ദിവസത്തെ ഷൂട്ടാണ് AA22 പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലു അർജുൻ 3 വ്യത്യസ്ത ഗെറ്റപ്പുകളിലെത്തുന്ന AA22-ൽ ദീപിക പദുകോൺ, മൃണാൽ താക്കൂർ, ജാൻവി കപൂർ എന്നിവരും താരങ്ങളായിട്ട് എത്തും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു, 2023-ൽ രൺവീർ സിംഗിനെ നായകനാക്കി 1000 കോടി രൂപ ബഡ്ജറ്റിൽ ശങ്കർ വേൽപ്പാരി എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു എന്നൊരു ന്യൂസ് പുറത്തു വന്നിരുന്നു. ശങ്കർ തന്നെയാണ് ആ ഒരു വാർത്ത പങ്കുവച്ചിരുന്നത്. ഇപ്പോൾ ആ ഒരു പ്രോജക്റ്റ് ആണ് ശങ്കറിന്റെ ശിഷ്യൻ കൂടിയായ അറ്റ്ലി അല്ലു അർജുനെ നായകനാക്കി ഒരുക്കുന്ന AA22 എന്ന ഈ ചിത്രം. പ്രധാനമായും 2 ലെയറുകളിലായിട്ടാവും AA22-ന്റെ കഥ നടക്കുക. അതിൽ 50% പ്രസന്റ് സിറ്റുവേഷനിൽ നടക്കുന്ന കഥയും ബാക്കിയുള്ള 50% മറ്റൊരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയും ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയ്ക്കുള്ളിൽ നിരവധി ക്രീച്ചേഴ്സും വലിയ വാർ മൊമെന്റുകളും ഒക്കെ ഉണ്ടാവുമെന്നും പറയുന്നു. ഏകദേശം 700 കോടി രൂപ ബഡ്ജറ്റ് വരുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സിന് വേണ്ടി കലാനിധിമാരനാണ്. കുറുപ്പ് എന്ന സിനിമയ്ക്ക് ശേഷം ശ്രീനാഥ് രാജേന്ദ്രൻ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ജൂലൈ മാസം പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ റീ റിലീസ് ചിത്രമായ ചോട്ടാ മുംബൈ റിലീസിനെത്തി വെറും 6 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 2,50,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 2,80,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അഥർവ, നിമിഷ സജയൻ, ലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നെൽസൺ വെങ്കടേശൻ സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ത്രില്ലർ ആക്ഷൻ സിനിമയാണ് DNA. നിലവിൽ ഇപ്പോൾ റിലീസിന് തയ്യാറെടുത്തിരിക്കുന്ന DNAയുടെ കേരള വിതരണാവകാശം ശ്രീ കുമരൻ മൂവീസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 20-ാം തീയതി DNA തിയേറ്ററുകളിലേക്ക് എത്തും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് വർക്കുകൾ നടന്നു വരികയാണെന്ന് ഒരു പോസ്റ്റർ മുഖേന മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒഫീഷ്യലായി റിലീസ് ചെയ്ത് പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടി ഈ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി കളങ്കാവൽ റിലീസിന് എത്തിക്കാനുള്ള പ്ലാനിലാണ് മൂവി ടീം എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ മമ്മൂക്ക ലൈം ലൈറ്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ മാത്രമേ റിലീസ് തീയതിയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം മൂവി ടീം പുറത്തുവിടുകയുള്ളൂ. ഹൃതിക് റോഷൻ, ജൂനിയർ NTR എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയൺ മുഖർജി സംവിധാനം ചെയ്ത വാർ 2 എന്ന ചിത്രം VFX വർക്കുകൾ മോശമായതിനാൽ വീണ്ടും VFX റീവർക്കിംഗിന് വേണ്ടി വാർ 2-ന്റെ റിലീസ് തീയതി മാറ്റാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. എന്തായാലും വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി റിലീസ് തീരുമാനിച്ചിരുന്ന വാർ 2-ന്റെ റിലീസ് ഒക്ടോബർ 2-ലേക്ക് പോസ്റ്റ്പോൺ ചെയ്തതായി മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സൈഫൈ ചിത്രമാണ് ഐ ആം ഗെയിം. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, കദിർ, മിഷ്കിൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഐ ആം ഗെയിമിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ചിത്രീകരണം ഇന്നു മുതൽ ഹൈദരാബാദിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ആരംഭിച്ചിരിക്കുന്ന ഹൈദരാബാദ് ഷെഡ്യൂളിൽ തന്നെ ദുൽഖറും ഐ ആം ഗെയിമിൽ ജോയിൻ ചെയ്യും. നിവിൻ പോളി, രാഘവ ലോറൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഭാഗ്യരാജ് ഖാൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ LCU സിനിമയാണ് ബെൻസ്. നിലവിൽ ചെന്നൈയിൽ വെച്ച് നടന്നു വന്നിരുന്ന ബെൻസിന്റെ 30 ദിവസത്തെ നീണ്ട ചിത്രീകരണം ഇപ്പോൾ പൂർത്തിയായതായി സംവിധായകൻ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇനി ചിത്രത്തിന് 80 ദിവസത്തെ ചിത്രീകരണം കൂടി പൂർത്തീകരിക്കേണ്ടതായിട്ടുമുണ്ട്. തൂത്തുക്കുടി, മധുര എന്നീ സ്ഥലങ്ങളിലായിട്ടാവും ബെൻസിന്റെ അടുത്ത ഘട്ട ചിത്രീകരണങ്ങൾ നടക്കുക. ടൊവിനോ തോമസ് നായകനായിട്ട് എത്തിയ നരിവേട്ട എന്ന ചിത്രം റിലീസിനെത്തി 3-ാമത്തെ ആഴ്ചയിലേക്ക് എത്തപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 16,50,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 26 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 16 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന നരിവേട്ട തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ARM എന്ന സിനിമയിലൂടെ 100 കോടി കളക്ഷൻ നേടിയ ടൊവിനോയ്ക്ക് ARMന് ശേഷം പുറത്തുവന്ന ഐഡന്റിറ്റി, നരിവേട്ട എന്നീ സിനിമകൾ വിജയിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. നിലവിൽ ഡിജോ ജോസ് ആന്റണിയുമൊത്തുള്ള പള്ളിച്ചട്ടമ്പിയുടെ വർക്കുകളിലാണ് ടൊവിനോ തോമസ്. ഒരു പാൻ ഇന്ത്യൻ സിനിമയായി വരാനിരിക്കുന്ന പള്ളിച്ചട്ടമ്പിയിലൂടെ വലിയൊരു ബോക്സ് ഓഫീസ് തിരിച്ചറിവ് തന്നെ ടൊവിനോ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിജയ് ദേവരക്കൊണ്ട നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കിങ്ഡം. കഴിഞ്ഞ മെയ് മാസം റിലീസ് ചെയ്യേണ്ടിരുന്ന കിങ്ഡം പിന്നീട് ജൂലൈ 4-ാം തീയതിയിലേക്ക് റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ജൂലൈ 4-ാം തീയതിയും കിങ്ഡം റിലീസ് ചെയ്യുന്നില്ല. ഇതിന്റെ കാരണങ്ങളായി പറയുന്നത് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇതുവരെ കംപ്ലീറ്റ് ആയില്ലെന്നാണ്. മേ ബി ഓഗസ്റ്റ് 1-ാം തീയതി കിങ്ഡം തിയേറ്ററുകളിലേക്ക് എത്തിയേക്കാം. നമ്മുടെ ജയറാം നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിന്റെ സംവിധായകനായ G പ്രജിത്ത് ആണ് ജയറാമിന്റെ അടുത്ത ചിത്രം സംവിധാനം ചെയ്യുക. 2018 എന്ന
സിനിമയ്ക്ക് ശേഷം ജൂഡാന്റിന് തിരക്കഥ ഒരുക്കുന്ന സിനിമയെന്ന പ്രത്യേകതയും ഈ ഒരു പ്രോജക്റ്റിനുണ്ട്. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ് ഈ ജയറാം ചിത്രം നിർമ്മിക്കുക. ലക്കി ഭാസ്കറിന് ശേഷം സൂര്യയെ നായകനാക്കി വെങ്കി അട്ലൂരി സംവിധാനം ചെയ്യുന്ന സൂര്യ 46ന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിച്ചതായി മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. സൂര്യക്കൊപ്പം അമിത ബൈജു, രവീണ ടണ്ടൻ, രാധിക ശരത് കുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സൂര്യ 46ന് 90 ദിവസത്തെ ഡേറ്റ് ആണ് സൂര്യ നൽകിയിട്ടുള്ളത്. ഇതിനിടയിൽ ഈ ചിത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയം തന്നെ സൂര്യ 47 ഷൂട്ടിൽ സൂര്യ ജോയിൻ ചെയ്യുമെന്നും അതൊരു മലയാള സംവിധായകനാണ് സംവിധാനം ചെയ്യുകയെന്നും ഒരു ന്യൂസ് ഉണ്ട്. ഓൾറെഡി അമൽ നീരദ്, ജിത്തു മാധവൻ എന്നിവരുമായി സൂര്യ ചർച്ചകൾ നടത്തിയെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. മേ ബി ഇവരിൽ ആരെങ്കിലും ആവാം സൂര്യ 47 സംവിധാനം ചെയ്യുക. ബോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഹൗസ്ഫുൾ 5 എന്ന ചിത്രം റിലീസിനെത്തിയ 6 ദിവസങ്ങൾ കൊണ്ട് 200 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസൂക്ക എന്ന ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. നിലവിൽ C5 ബസൂക്കയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കൃത്യമായ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ബസൂക്കയുടെ കൃത്യമായ OTT റിലീസ് തീയതി പുറത്തു വരുന്ന ദിവസം നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ദളപതി വിജയിയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ജനനായകൻ എന്ന ചിത്രത്തിന്റെ ടീസർ റിലീസിന് ഒരുങ്ങുന്നു. ഓൾറെഡി വരുന്ന ജൂൺ 22-ന് വിജയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ജനനായകന്റെ ഒരു അപ്ഡേറ്റ് പുറത്തു വരുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ആവുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഫസ്റ്റ് സിംഗിളിന് പകരം ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ തന്നെ ആദ്യം പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഇതിന്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. സംവിധായകൻ ലോകേഷ് കനകരാജ് അടുത്തതായി സംവിധാനം ചെയ്യാനിരിക്കുന്ന 5 സിനിമകളുടെ ലൈനപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്ന് കൂലി. നിലവിൽ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന കൂലി ഈ വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി റിലീസിനെത്തും. സൂപ്പർ സ്റ്റാർ രജനികാന്ത്, നാഗാർജുന, ഉപേന്ദ്ര, ശ്രുതി ഹാസൻ, സൗബിൻ ഷാഹിർ, സത്യരാജ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. സൺ പിക്ചേഴ്സിന് വേണ്ടി കലാനിധി മാരൻ നിർമ്മിക്കുന്ന കൂലിക്ക് മ്യൂസിക് ഒരുക്കുന്നത് അനിരുദ്ധാണ്. 2 കൈദി 2. കൂലിക്ക് ശേഷം ലോകേഷ് കനകരാജ് കാർത്തിയെ നായകനാക്കി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കൈദി 2. ഓൾറെഡി ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വരുന്ന ഡിസംബർ മാസം മുതൽ കൈദി 2ന്റെ ചിത്രീകരണവും ആരംഭിക്കും. ലോകേഷ് ആരംഭിച്ചു വെച്ച ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ 5ാമത്തെ സിനിമയായ കൈദി 2-ൽ LCUവിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല കഥാപാത്രങ്ങളുടെയും ഫേസ് ഓഫ് സീനുകൾ കാണാനാവുമെന്ന് ലോകേഷ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഡ്രീം വാരിയർ പിക്ചേഴ്സിന് വേണ്ടി SR പ്രഭു നിർമ്മിക്കുന്ന കൈദി 2-ന് മ്യൂസിക് ഒരുക്കുന്നത് സാംസിയസ് ആണ്. 3 ലോകേഷ് അമീർ ഖാൻ മൂവി ഇരുമ്പുകൈ മായാവി. ലോകേഷിന്റെ തന്നെ ഡ്രീം പ്രോജക്റ്റായി വരാനിരിക്കുന്ന ഒരു സിനിമയാണ് ഇരുമ്പുകൈ മായാവി. സത്യത്തിൽ ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ മുതൽ സൂര്യയെ നായകനാക്കി ഇരുമ്പുകൈ മായാവി ചെയ്യാമെന്നായിരുന്നു ലോകേഷ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായാണ് ഈ ചിത്രത്തിലേക്ക് അമീർ ഖാൻ എത്തപ്പെട്ടത്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം 2026 പകുതിയോടുകൂടി അമീർ ഖാനുമൊത്തുള്ള ഇരുമ്പുകൈ മായാവിയുടെ ചിത്രീകരണം ലോകേഷ് കനകരാജ് ആരംഭിച്ചു വെക്കും. ഈ ചിത്രം നിർമ്മിക്കുന്നത് അമീർ ഖാനും ലോകേഷും ചേർന്നാണെന്നും ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. 2027-ൽ ലോകേഷ് ഹോംബാലെ ഫിലിംസിന് വേണ്ടി ഒരു തെലുങ്കു പാൻ ഇന്ത്യൻ സിനിമ എടുക്കാൻ ഒരുങ്ങുന്നതായി ഒരു ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. വമ്പൻ ബഡ്ജറ്റിൽ വൻ ക്യാൻവാസിൽ വരാനിരിക്കുന്ന ഈ ചിത്രത്തിൽ പ്രഭാസ് ആയിരിക്കും നായകനെത്തുക. 5 ലിയോ 2. ലോകേഷിന്റെ തന്നെ LCUവിലെ 6ാമത്തെ സിനിമയായി ലിയോ 2 വരുമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. മേ ബി 2028 കൂടിയാവാം ലിയോ 2 ആരംഭിക്കുക.